ഹായ്, എൻ്റെ പേര് ബിബിൻ ജോർജ്. ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോത്സ്യത്തെ പറ്റിയാണ്. അപ്പം ഇന്ന് പറയുന്നത് പൂയം, ആയില്യം, മകം ഈ മൂന്ന് നക്ഷത്രത്തെ പറ്റിയാണ് ഇന്നിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. പൂയം, ആയില്യം, മകം. പൂയം നക്ഷത്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു നക്ഷത്രമാണ്. വളരെയധികം ക്ഷമാശീലമുള്ള ഒരു നക്ഷത്രമെന്നാണ് ഈ നക്ഷത്രം അറിയപ്പെടുന്നത്. പൂയ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആളുകൾ, പുരുഷനായാലും സ്ത്രീ ആയാലും, വളരെയധികം സൗന്ദര്യം ആസ്വാദനം ഉള്ള സൗന്ദര്യബോധമുള്ള നക്ഷത്രമാണ്. വളരെയധികം ഒരുങ്ങി വളരെ നീറ്റായിട്ട് അവർ വസ്ത്രം ധരിച്ച് അവരുടെ കാര്യങ്ങളിൽ അവർ ഇടപെടുകയുള്ളൂ. പിന്നെ അവർക്ക് ചെറിയൊരു പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ശ്രദ്ധ കുറയുന്ന ഒരു സ്വഭാവമുണ്ട്. ശ്രദ്ധ കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രവൃത്തി ഒരു സമയം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് മാത്രമേ അവർക്ക് ശ്രദ്ധയുള്ളൂ. അതിനിടയിൽ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുന്നതിനകത്ത് മടി വയ്ക്കുകയോ അല്ലെങ്കിൽ മറന്നു പോവുകയോ ചെയ്യും. പിന്നെ രണ്ടാമത് ഒരു നാണം അല്ലെങ്കിൽ പേടി, ചെറിയൊരു സങ്കോചം, പൊതുജനത്തോട് ഇടപെടാനുള്ള മടി, അങ്ങനെയുള്ള കാര്യങ്ങൾ പൂയം നക്ഷത്രത്തിൽ ചില വിഭാഗക്കാർക്കുണ്ട്. ചില വിഭാഗക്കാർക്ക് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് എല്ലാ കാര്യത്തിലും മുന്നിട്ടിറങ്ങാനുള്ള കഴിവ്, തൻ്റെ ഇടം, ഇവയെല്ലാം ഉണ്ടായിരിക്കും. വളരെയധികം ധൈര്യത്തോട് ചില ആൾക്കാർ ഇടപെടുമ്പോൾ ചില പൂയം നക്ഷത്രക്കാർ ഉള്ളിലേക്ക് വലിയുകയാണ് ചെയ്യുന്നത്. കലാപരമായിട്ട് കഴിവുകൾ ഏതെങ്കിലുമൊക്കെ പൂയം നക്ഷത്രക്കാർക്ക് കാണും അതുണ്ടാവും. മിക്കവർക്കും കലാപരമായ കഴിവുകളുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. കലാപരമായ കഴിവുകൾ ഉള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ഇനി കലാപരമായ കഴിവുകളുണ്ടെങ്കിലും ഈ പറയുന്ന നാണമോ മടിയോ പേടിയോ ഒക്കെ കാരണം പൊതുജനങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നവരുമുണ്ട്. അങ്ങനെ ഒരു കഴിവ് തനിക്കുണ്ട്, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടിയുണ്ട്, ഒന്നും ചെയ്യാതിരിക്കുന്ന പൂയം നക്ഷത്രക്കാരുണ്ട്. രണ്ടാമത്തെ ആളുകൾ എന്തും വരട്ടേന്ന് കരുതി എല്ലാ സ്ഥലത്തും പ്രകടിപ്പിക്കുന്ന പൂയം നക്ഷത്രക്കാരുമുണ്ട്. പിന്നെ രണ്ട് തരക്കാർ പൂയം നക്ഷത്രക്കാരുണ്ട്. പിന്നെ ഇവർക്ക് അമിതമായ കോപമുണ്ട്. കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വളരെ ക്ഷമിച്ചിരുന്നിട്ട് അവസാന സമയങ്ങളിൽ ഇവരെന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. ഈ പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് ഭവനത്തിൽ ഭയങ്കരമായ പ്രശ്നം, വഴക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അമിതമായിട്ട് ആരെയും അങ്ങ് വിശ്വസിക്കുന്ന ആളുകളല്ല പൂയം നക്ഷത്രക്കാർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിലും ഒരു സംശയത്തോടു കൂടിയായിരിക്കും അവരെല്ലാവരെയും കാണുന്നത്. പക്ഷേ അവർ ശത്രുക്കളോടാണേലും അവർ സംസാരിക്കുന്നതും ഇടപെടുന്നതും കണ്ടു കഴിഞ്ഞാൽ ശത്രുതയൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് അവർ ഇടപെടുന്നത്. പിന്നെ സ്വത്ത് കൈവശം വെക്കുക എന്നുള്ള കാര്യം, സ്വത്ത് കൈവശം വെക്കുവാൻ പൂയം നക്ഷത്രക്കാർക്ക് അത്ര സാധിക്കാറില്ല. കാരണം ഇവരുടെ അശ്രദ്ധയെപ്പറ്റി പറഞ്ഞുകൊണ്ട് സ്വത്തുക്കൾ ആരെങ്കിലും തട്ടിയടിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ സ്വത്ത് അന്യധാന്യപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോവുകയോ ചെയ്യും. കാരണം വിലപിടിപ്പുള്ള ഒന്നും കൈവശം വെക്കാനുള്ള ഒരു അശ്രദ്ധ ഇവർക്കുള്ളതുകൊണ്ട് അവ കയ്യിൽ നിന്ന് പോകും. ഇപ്പം പൊട്ടുന്ന ഒരു ചില്ലുള്ള സാധനമാണെങ്കിൽ പൂയം നക്ഷത്രക്കാർ അത് ഉപയോഗിക്കുമ്പോൾ അശ്രദ്ധ മൂലം ഉടഞ്ഞു പോകാം. അതുപോലെ തന്നെ വിലയുള്ള വസ്തു, മുദ്രപത്രങ്ങൾ അല്ലെങ്കിൽ രേഖകൾ, ഇവയൊക്കെ കാണാതെ പോകാം. ഇത് ശ്രദ്ധയില്ലാതെ എവിടെയെങ്കിലും വെക്കുക, അത് വളരെയധികം പൂയം നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ട്, ഇവർ സമൂഹത്തിൽ ആളുകളോട് ഇടപെടുന്നതൊക്കെ മാന്യമായിട്ടാണെങ്കിലും പെട്ടെന്ന് ഒരാളോടുള്ള പെട്ടെന്നൊരു വിരോധം ഇവർക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ പൊട്ടിത്തെറിക്കും. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പം അതുവരെ ക്ഷമിച്ച് നിന്നിട്ട് ഇവർ പൊട്ടിത്തെറിക്കുന്നു. കാരണം ഇവർ ഭയങ്കരമായ ഒരു ജീവിതത്തിലൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്, അതും സൂക്ഷിക്കുക. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലാണെങ്കിലും വിവാഹത്തിന് അല്പം താമസമുണ്ട്. ശരിക്കും വിവാഹത്തിന് അല്പം താമസമുണ്ട്. പിന്നെ വിവാഹം കഴിഞ്ഞാലും പങ്കാളിയോട് ചെറിയ ഒരു സംശയദൃഷ്ടിയോടെ എപ്പോഴും നോക്കുന്ന ഒരു പ്രശ്നം വരുന്നതുകൊണ്ടും എപ്പോഴും ഒരു സംശയം വരുന്നതുകൊണ്ടും അതും ഒരു വാക്കുതർക്കത്തെ ഇടപെടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂയം നക്ഷത്രക്കാർ കുട്ടിക്കാലത്ത് അവർ അനുഭവിച്ച നൊമ്പരങ്ങളും വേദനകളും അവരുടെ ഉള്ളിൽ ഒതുക്കി അതേപ്പറ്റി ചിന്തിച്ച് ഒരുപാട് സമയം കളയുന്ന ആളുകളാണ് പൂയം നക്ഷത്രക്കാർ. അതേപ്പറ്റി ചിന്തിക്കേണ്ട, കഴിഞ്ഞു, ഇനി അത് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ, അങ്ങനെ ഒരു നിലപാടെടുത്ത് പൂയം നക്ഷത്രക്കാർ മുന്നോട്ട് പോകേണ്ടതാണ്. അല്ലെങ്കിൽ വെറുതെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, സങ്കടങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പൂയം നക്ഷത്രക്കാർ അത് ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക, അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. അതുപോലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുക, ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആയില്യ നക്ഷത്രത്തെ പറ്റിയാണ്. ആയില്യ നക്ഷത്രം എന്ന് പറയുന്നത് ഒരു ശക്തമായൊരു നക്ഷത്രമാണ്. എല്ലാവരെയും ആകർഷിക്കാനുള്ള കഴിവ്, തമാശകൾ പറയാനുള്ള കഴിവ്, എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങാനുള്ള കഴിവ്, ധൈര്യം, തൻ്റെ ഇടം, ഇവയെല്ലാം ആയില്യ നക്ഷത്രത്തിന് കൂടുതലാണ്. രണ്ടാമത്, എല്ലാ നക്ഷത്രങ്ങൾക്കും സ്ത്രീകൾക്കൊരു സ്വഭാവം, പുരുഷന് വേറൊരു സ്വഭാവം എന്നാണ് തിരിച്ചിരിക്കുന്നത്. കാരണം അശ്വതി മുതൽ ഇവിടം വരെയുള്ള അശ്വിനി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം വരെ സ്ത്രീകൾക്കൊന്ന്, പുരുഷനൊന്ന്, ചില ആളുകൾക്ക് വേറൊന്ന്, അങ്ങനെയാണല്ലോ. പക്ഷേ ഈ ആയില്യത്തിന് സ്ത്രീയുടെ സ്വഭാവം തന്നെ അല്ലെങ്കിൽ
പുരുഷനും സ്ത്രീക്കും ഒരു സ്വഭാവമായിരിക്കും. അതായത് തൻ്റേടിയായ സ്ത്രീ, തൻ്റെ ഇടമുള്ള പുരുഷൻ. അതായത് ആയില്യംകാരെ ഒരു പുരുഷൻ എങ്ങനെയാണ് ഇടപെടുന്നത് അതേപോലെ തന്നെയാണ് ആ സ്ത്രീ ഇടപെടുന്നത്. അതാണ് രണ്ടു പേർക്കും ഒരു സ്വഭാവം. സ്ത്രീ സ്വഭാവമല്ല, പുരുഷ സ്വഭാവം. അതായത് ഒരു അടിയെങ്കിൽ അടി, കേസെങ്കിൽ കേസ്, വെട്ട് കുത്ത് പോലെ വലിയ കാര്യങ്ങളാണ്, അല്ല ഭയങ്കര വയലൻസ് ആണെങ്കിൽ വയലൻസ്, ഒരു ഭയങ്കര വാക്കുതർക്കം, ഒരു ഭയങ്കരമായ ഒരു പുരുഷൻ ഒരു മദ്യപിച്ചൊക്കെ വന്നിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പുരുഷൻ നിൽക്കുന്ന അത്രയ്ക്ക് തന്നെ ദേഷ്യവും അത്ര തന്നെ തൻ്റെ ഇടവും അത്ര തന്നെ സാമർത്ഥ്യവും സ്ത്രീ കാണിക്കും. പുരുഷനും സ്ത്രീക്കും ഒരൊറ്റ സ്വഭാവം വരുന്ന നക്ഷത്രമാണ് ആയില്യം. വേറെ ഒരു നക്ഷത്രത്തിന് പ്രത്യേകതയില്ല. എന്താണോ പുരുഷൻ ചെയ്യുന്നത് അത് തന്നെ സ്ത്രീ ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, പുരുഷൻ മദ്യപിക്കുമെങ്കിൽ ആയില്യത്തിലുള്ള സ്ത്രീ മദ്യപിക്കത്തില്ല. അതൊരു പ്രത്യേകതയാണ്. പുരുഷൻ്റെ എല്ലാ സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമില്ല, മദ്യപിക്കുന്ന സ്വഭാവമില്ല. പക്ഷേ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്നവരൊക്കെ ചിലപ്പോൾ വലിയ വലിയ ആളുകളിലാണെങ്കിൽ ഈ ചെറിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതല്ല പറയുന്നത്, സാധാരണ ആളുകൾ ഭക്തിക്ക് ഭക്തി, മതത്തിന് മതം, ദൈവചിന്തകൾ, അതുപോലെ ആരാധനകളെ പങ്കെടുക്കുക, ഇവയെല്ലാം സമമായിരിക്കും. പുരുഷനും സ്ത്രീക്കും ഒക്കെ സമമായിരിക്കും. പക്ഷേ ദേഷ്യം, തൻ്റെ ഇടം, ആളുകളോട് ഒച്ച വെക്കുക, തട്ടിക്കയറുക, ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അക്രമം ചെയ്യുക, അല്ലെങ്കിൽ മർദ്ദന മുറകൾ, അത് ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്നുള്ള നോട്ടമില്ലാതെ ഇടപെടാൻ ഒരു പുരുഷന് സാധിക്കുമെങ്കിൽ തൻ്റെ ഇടമുള്ള ആ പുരുഷൻ തന്നെയാണ് ഈ സ്ത്രീ. ആയില്യത്തിൽ ജനിക്കുന്ന എല്ലാ ആളുകളും, ഏത് രാജ്യക്കാരായിക്കോട്ടെ, ഏത് മതക്കാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, അവർക്കെല്ലാം ഒരൊറ്റ സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കുക, ഒറ്റ സ്വഭാവം. പിന്നെ രണ്ടാമത്, കലാപരമായ എന്തെങ്കിലും ഒരു കഴിവ് ആയില്യത്തിനുണ്ടായിരിക്കും. എന്തെങ്കിൽ സ്പോർട്സ് മുഖേന, അല്ലെങ്കിൽ എഴുത്ത വായന, അങ്ങനെ ആയില്യത്തിന് ഒരുപാട് എന്തൊക്കെ കലാപരമായ കഴിവ് അതിലെങ്കിലും ഒന്നൊക്കെ ആയില്യത്തിൽ കിട്ടാറുണ്ട്. എന്താണെങ്കിലും കോപപൂർവ്വ മുഖമുദ്രയായിരിക്കും. രണ്ടാമത്, വളരെയധികം ആളുകളോട് സ്നേഹം. ഇതാണ് രണ്ടാമത്. എത്ര തന്നെ കോപമുണ്ടോ അത്ര തന്നെ ഇവർക്ക് സ്നേഹമുണ്ട്. ആളുകളെ സഹായിക്കുന്ന സ്വഭാവമുണ്ട്. എല്ലാ ആളുകളെയും എല്ലാ കാര്യത്തിനും ചെന്ന് സഹായിക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പക്ഷേ പറഞ്ഞു കൊടുക്കുന്ന ഇടയ്ക്ക് തന്നെ വാക്ക് വ്യത്യാസമോ തർക്കമോ വന്ന് അവരുമായി ശത്രുതയിലാവുകയാണ് ആയില്യത്തിൻ്റെ രണ്ടാമത്തെ പ്രശ്നം. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം സ്വന്തം അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം ആയില്യത്തിന് വന്നു കഴിഞ്ഞാൽ ആയില്യം ദേഷ്യപ്പെടും. ഒരാളൊരു തമാശ ആയില്യത്തിനോട് പറയുകയാണെങ്കിൽ പെട്ടെന്ന് ചിലപ്പോൾ ആയില്യത്തിലുള്ള ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, ഒരു ദേഷ്യപ്പെടും, തിരിച്ച് ദേഷ്യപ്പെടും. അതുതന്നെ ഒരു സുഹൃബന്ധത്തിന് വിള്ളൽ ഉണ്ടാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ആയില്യം അത് ശ്രദ്ധിച്ചു പോവുക. രണ്ടാമത്, അമിതമായ ചിലവ്. അമിതമായ ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി, സ്വർണം, വസ്ത്രം, സൗന്ദര്യവർദ്ധ വസ്തുക്കൾ, ഇവയൊക്കെ മേടിച്ച് ആയില്യം ഒരുപാട് പണം ചെലവഴിക്കാറുണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ. പുരുഷൻ്റെ കാര്യത്തിലാണെങ്കിൽ വീട്ടിലേക്ക് ഭംഗിയുള്ള വസ്തുക്കൾ, അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മേടിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ്. ഇപ്പം നല്ല കൂടിയ മൊബൈൽ വാങ്ങണം, നല്ല ബാഗ് വാങ്ങണം, ഉള്ള ബൈക്കിനെ ഇച്ചിരി കൂടിയ ഒരു ബൈക്കാക്കണം, അല്ലെങ്കിൽ കുറച്ച് വണ്ടികൾ കൂടി വാങ്ങിച്ചു കൂട്ടണം. ഇങ്ങനെ വന്നിട്ട് അമിതമായ ചിലവ് ആയില്യത്തിൻ്റെ കൂടെ ഉള്ളതാണ്. ആയില്യം നല്ല നക്ഷത്രമാണ്, ഉന്നതിയിലെത്തുന്ന നക്ഷത്രമാണ്, വളരെയധികം ഉന്നതിയിലെത്തുന്ന നക്ഷത്രമാണ്. മാത്രമല്ല ഇവരുടെ തൻ്റെ ഇടവും ഗർഭം കൊണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കാനുള്ള പക്വത ഇവർക്ക് കൂടുതലുണ്ട്. ഇവരെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ഇവർ കൃത്യമായി കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതിനൊന്നും അവർ മടി വിചാരിക്കത്തില്ല. അത് ശത്രുവിനോടൊപ്പം ആണെങ്കിലും മിത്രത്തിനോടൊപ്പം ആണെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ ആയില്യം അവിടെ റെഡിയാണ്. കാരണം അവരത് നോക്കി മാറിയൊന്നും നിൽക്കത്തില്ല, സ്പോട്ടിൽ വന്ന് ഹെൽപ്പ് ചെയ്യും. ഇതാണ് ആയില്യത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് കേട്ടോ, പൊതു സ്വഭാവം. പക്ഷേ ആയില്യത്തിൻ്റെ സ്വഭാവത്തിന് അത്ര വ്യത്യാസമൊന്നുമില്ല. എല്ലാവരുടെയും കാര്യത്തിൽ ഒന്ന് തന്നെയാണ്, പുരുഷനും സ്ത്രീക്കും ഒന്ന് തന്നെയാണ്. ഇനി അടുത്താണ് പറഞ്ഞത് മഹമാണ്. മഹം പറഞ്ഞ മങ്ക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം മഹം നക്ഷത്രം നല്ലൊരു നക്ഷത്രമാണ്, വളരെയധികം കുലീനതയുള്ളൊരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വളരെ നല്ല നക്ഷത്രമാണ് മകം. മകത്തിൽ ആരാണ് മകൻ നക്ഷത്രം, ആ ആൾ ആയിരിക്കും കുടുംബത്തിലെ നാഥൻ. അതായത് സ്ത്രീയാണ് മകൻ നക്ഷത്രത്തിലുള്ളെങ്കിൽ ആ സ്ത്രീ പറയുന്ന കാര്യം മാത്രമേ ആ കുടുംബത്തിൽ നടക്കുകയുള്ളൂ. പുരുഷനാണ് മകമെങ്കിൽ പുരുഷൻ പറയുന്ന കാര്യം മാത്രമേ ആ കുടുംബത്തിൽ നടക്കുകയുള്ളൂ. അതൊരു വലിയൊരു കാര്യമാണ്. അത് അതിൻ്റെ പ്രത്യാഘാതമുണ്ട്, നല്ലതുമുണ്ട്. ഇപ്പോൾ അവിടെ ഒരു തർക്കം എന്തുണ്ടാകുന്നത് നിങ്ങൾ തന്നെ ഊഹിച്ച് മനസ്സിലാക്കുക. ഞാനതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അത് എന്താണ് ഇപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട്. ആരാണ് അവിടെ നാഥൻ, ആരാണ് നാഥ, അത് അവിടെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. രണ്ട്, മകം സന്താനഭാഗമുള്ള നക്ഷത്രമാണ്.
അതുപോലെ തന്നെ ധാരാളം പഠിത്തം, വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ അവർ അറിഞ്ഞു വെക്കും, പഠിച്ചു വെക്കും. മരുന്നുകളെപ്പറ്റി പഠിച്ചു വെക്കും. അതുപോലെ ഒരുപാട് നിയമപരമായ അറിവുകളെപ്പറ്റി വായിച്ചും എഴുതിയും പോയി പ്രവർത്തിച്ചും അവർ മനസ്സിലാക്കി വെക്കും. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കളിയാക്കുകളോ കുറ്റപ്പെടുത്തുകളോ ഇവർ ചെവി കൊടുക്കാറില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പം മഹത്തിനെ ആരെങ്കിലും കുറ്റപ്പെടുത്തുകയാണെങ്കിൽ, ഇൻസൾട്ട് ചെയ്യുകയാണെങ്കിൽ അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവരവരുടെ പ്രവർത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതാണ് മഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മഹം ആ പ്രവൃത്തി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. ആരുടെയും വാക്കുകൾക്ക് അവർ ചെവി കൊടുക്കുന്നില്ല. അത് അവരെ ഒന്ന് ക്ഷീണത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. മഹത്തിനെ അങ്ങനെ പേടിപ്പിക്കാനായിട്ട് പറ്റുകയില്ല. പിന്നെ സന്താനഭാഗ്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും രോഗമോ കുട്ടികൾക്ക് ആരോഗ്യക്കുറവോ ഒക്കെ വരുന്നതുകൊണ്ട് അത് പറ്റി ചിന്തിച്ചൊരു ചെറിയ ദുഃഖം ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവർക്ക് ദേഷ്യമുള്ള നക്ഷത്രമാണ് മകം. അപ്പം ആരാണ് മുമ്പൻ എന്നുള്ള ഒരു പ്രശ്നം കിടക്കുന്നതുകൊണ്ട് തന്നെ കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ, അതുമൂലമുണ്ടാകുന്ന കുഴപ്പങ്ങൾ, ക്ഷമയില്ലാത്ത ഒരവസ്ഥ കാരണം അങ്ങനെയും ഒരു ചെറിയ ഒരു ജീവിതത്തിലൊരു വിള്ളൽ മഹത്തിനുണ്ടാവാറുണ്ട്. ബാക്കിയെല്ലാം കൊണ്ടും മഹം വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടാണ്. കാരണം പണം, വരുമാനം, ജോലി എന്തെങ്കിലും മകൻ ചെയ്യും. മഹത്തിൻ്റെ പ്രത്യേകതയാണ് ജോലിക്ക് പോവുക എന്നുള്ളത്. ഇത് പൊതു സ്വഭാവമാണ്. കാരണം ജോലി ചിലപ്പോൾ നഷ്ടപ്പെടാൻ പോകാത്തവരുണ്ടാവാം. ഇത് പൊതു സ്വഭാവമാണ്. ഞാൻ ആദ്യം പറയാം, ആയില്യത്തിൻ്റെ കാര്യം എല്ലാം ഒന്ന് തന്നെയാണ്. അതൊരു ഒന്ന് തന്നെയാണ്. പക്ഷേ മഹത്തിന് സ്ത്രീക്കും പുരുഷനും വ്യത്യാസമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീക്കൊരു സ്വഭാവം, പുരുഷന് വേറെ സ്വഭാവം തന്നെ. ഇനിയുള്ള നാളുകൾക്കെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ആയില്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സെയിം ടു സെയിം. വേറെ ഉള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല, മാറ്റമുണ്ട്. അപ്പം സ്ത്രീകൾക്ക് ഒരു കർക്കശമായ ഒരു നടപടിയെടുത്ത് മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്. പുരുഷന്മാർക്ക് വേറെ രീതിയിൽ. എല്ലാവരും ജോലിയൊക്കെ ചെയ്യാൻ വളരെയധികം സന്നദ്ധരാണ്. അങ്ങനെ മടിയൊന്നുമില്ല. പിന്നെ ആചാരപരമായ കാര്യങ്ങൾ മുറുക്കെ പിടിക്കുക, കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ കാര്യങ്ങൾ, അതിലെന്തെങ്കിലും നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അവയെ മുറുക്കെ പിടിക്കുക. ആ ഒരു ബന്ധങ്ങളെയെല്ലാം അടുപ്പിച്ച് നിർത്തുക എന്നുള്ളത് മകത്തിൻ്റെ വലിയൊരു ശീലമാണ്. പക്ഷേ എല്ലാവരെയും സംശയത്തോടു കൂടിയാണ് മകം കാണുക. എല്ലാ കാര്യത്തിലും ഒരു ചെറിയ സംശയത്തോടു കൂടിയാണ് മകം എല്ലാവരെയും നോക്കിക്കാണുക. അല്ലാതെ പൂർണ്ണമായി ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുക, അല്ലെങ്കിൽ നാലാമതൊരു വ്യക്തി, അല്ലെങ്കിൽ കുടുംബത്തിലോട്ടൊരു അപരിചിതനായ വ്യക്തി, അല്ലെങ്കിൽ സ്വന്തം ബന്ധുക്കളാണെങ്കിലും അമിതമായി കൈ കടത്തുന്നതോ അമിതമായി സ്വാധീനിക്കുന്നതോ മഹത്തിന് ഇഷ്ടമില്ല. കാരണം മഹത്തിനൊരു മുൻപന്തിയിലേക്ക് പോകണമെന്നൊരു ചിന്തയുള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് സ്വന്തം കാര്യത്തിലേക്ക്, വീട്ടിലെ കാര്യത്തിലേക്ക് ഒരാൾ കൈ കടത്തുന്നത്, മാതാപിതാക്കളാണെങ്കിൽ പോലും കൈ കടത്തുന്നത് അവർക്ക് ഇഷ്ടമില്ല. അവർക്ക് അവരുടേതായ ഒരു ജീവിതമുണ്ട്, അവരുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്. ഇതാണ് മഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. ബാക്കിയെല്ലാം കൊണ്ടും വലിയ പ്രശ്നങ്ങളില്ലാതെ ഈ പൂയം, ആയില്യം, മഹം ഇവയെല്ലാം മുന്നോട്ട് പോകുന്നു. അധികം പ്രശ്നങ്ങളില്ല. സാമ്പത്തിക നില സമനിലയായിരിക്കും. ചിലർ പണമുള്ളവരാവാം, ചിലർ ദാരിദ്ര്യത്തിലേക്ക് പോകാം, ചിലർ ഇടത്തരക്കാരാവാം. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അങ്ങനെയുള്ള രീതിയിലാണ് ഈ പൂയവും ആയില്യവും മഹവും നിൽക്കുന്നത്. അല്ല സമ്പത്തിൻ്റെ ഭയങ്കരമായ യോഗം കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ വലിയ ഉന്നതിയിലെത്തുന്ന രീതിയിലല്ല, അവനവൻ്റെ സ്വയപ്രയത്നം കൊണ്ട് ഉന്നതിയിലെത്താം, എവിടെ വേണമെങ്കിലും എത്താം. അങ്ങനെയുള്ള രീതിയിൽ തന്നെയാണ് പൂയം, ആയില്യം, മകം ഈ 3 നക്ഷത്രത്തിൻ്റെയും ഒരു കണക്ക്. ഇനിയിപ്പം പുതിയ നക്ഷത്രത്തിൻ്റെ അറിവുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.